മന്ത്രി എം.വി. രാജേഷിനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇലക്ഷനിൽ മത്സരിക്കുന്നതിന് തടസ്സം. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വലിയ എക്സ്ക്ലൂസീവ് വാർത്ത കർമ്മ ന്യൂസ് പുറത്തുവിടുകയാണ്. രണ്ട് മന്ത്രിമാർ ഇപ്പോൾ കയ്യാലപ്പുറത്താണ്. അവരുടെ ഭാവി കർമ്മ ഇന്ന് രാവിലെ തന്നെ ഇതിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു. കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത്. മന്ത്രി എം.വി. രാജേഷും കടന്നപ്പള്ളിയും പാർലമെന്റിന്റെ പെൻഷൻ നിയമം ലംഘിച്ചു. എം.പി. പെൻഷനും മന്ത്രിയുടെ ശമ്പളവും ഒന്നിച്ചു വാങ്ങി ഗുരുതരമായ നിയമലംഘനം നടത്തിയിരിക്കുകയാണ്. കർമ്മ ന്യൂസിൽ മാത്രമാണ് ആദ്യമായി ഈ വാർത്ത പ്രേക്ഷകർ അറിയാൻ പോകുന്നത്. ഈ കാണുന്നത് രണ്ട് മന്ത്രിമാരുമായി ബന്ധപ്പെട്ട അക്കൗണ്ടന്റ് ജനറൽ AG അന്വേഷണ റിപ്പോർട്ടാണ്. ഇതിന്റെ ചുവന്ന കോളം മാർക്ക് ചെയ്തത് ശ്രദ്ധിക്കുക. അത് ഇങ്ങനെയാണ്: നിയമവിരുദ്ധമായി സാലറിയും പെൻഷനും വാങ്ങുന്നതിന് എതിരായ 1954 മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആക്ട്. ഇതിൽ ലംഘനം നടത്തിയ വിവരമാണുള്ളത്. ഇതിൽ പേര് പറയുന്നത് മന്ത്രി എം.പി. രാജേഷ്, മന്ത്രി കടന്നപ്പള്ളിയുടേതുമാണ്. പാർലമെന്റ് MP എന്ന നിലയിൽ വാങ്ങുന്ന ശമ്പളം ഈ മന്ത്രിമാരുടെ ശമ്പളത്തിൽ നിന്ന് കുറവ് ചെയ്യുകയോ പിടിക്കണമോ എന്നാണ് ഉള്ളത്. ഈ രണ്ട് മന്ത്രിമാരും മുൻപ് MP-മാരായിരുന്നു. തുടർന്ന് MP പെൻഷനും മന്ത്രിയുടെ ശമ്പളവും ഒന്നിച്ചിവർ കൈപ്പറ്റിയെന്നാണ് റിപ്പോർട്ട്. ഇത്തരത്തിൽ പെൻഷൻ വാങ്ങുന്ന ഒരാൾ സർക്കാർ സർവീസിൽ മറ്റു ശമ്പളം വാങ്ങാൻ പാടില്ല. ഒന്നുകിൽ ശമ്പളം അല്ലെങ്കിൽ പെൻഷൻ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമേ വാങ്ങാവൂ. എന്നാൽ ഈ രണ്ട് മന്ത്രിമാരും പെൻഷനും ശമ്പളവും ഒന്നിച്ചു വാങ്ങിച്ചു എന്നാണ് ലഭ്യമാകുന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ഓർക്കുക, നമ്മുടെ നാട്ടിൽ കോടിക്കണക്കിന് ആളുകൾ ജോലിയും ശമ്പളവും ഇല്ലാതെ കഴിയുന്നു. പെൻഷൻ കിട്ടാതെ കർഷകരും മറ്റും വലയുന്നു. ഒരു രാജ്യം ഒരു പെൻഷൻ ആവശ്യപ്പെട്ട് സാധാരണക്കാർ പോലും ഒരു മാസം 10,000 രൂപ ചോദിച്ച് സമരം ചെയ്യുന്നു. ആ സമയത്താണ് MP ആയ പെൻഷനും മന്ത്രി ശമ്പളവും ഒന്നിച്ചു വാങ്ങുന്നത് എന്നോർക്കണം. ഇത് ശരിയെങ്കിൽ ഖജനാവിനോടും ജനങ്ങളോടും ക്രൂരതയാണ് ചെയ്യുന്നത്. ജനസേവനത്തിന് ശമ്പളവും പെൻഷനും നിരോധിക്കണമെന്ന ആവശ്യം ഉയരുമ്പോഴാണ് MP പെൻഷനും മന്ത്രിയുടെ ശമ്പളവും ഒന്നിച്ചിവർ വാങ്ങിക്കുന്നത്. ഇരുവരും പാർലമെന്റ് അംഗങ്ങളുടെ ശമ്പള പെൻഷൻ നിയമം ലംഘിച്ചതായി AG അന്വേഷണത്തിൽ കണ്ടെത്തി. മന്ത്രി എന്ന നിലയിലെ ശമ്പളത്തിനൊപ്പം മുൻ MP എന്ന നിലയിൽ പെൻഷനും വാങ്ങാൻ പാടില്ല എന്ന വ്യവസ്ഥയാണ് ഇരുവരും ലംഘിച്ചത്. സർക്കാരിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന മുൻ MP-മാർ അക്കാലയളവിൽ പെൻഷൻ വേണ്ട എന്ന പാർലമെന്റ് അക്കൗണ്ട്സ് ഓഫീസർക്ക് അപേക്ഷ നൽകി പെൻഷൻ നിർത്തിവെക്കേണ്ടതാണ്. എന്നാൽ ഇരു മന്ത്രിമാരും ശമ്പളത്തിനൊപ്പം പെൻഷനും കൈപ്പറ്റി നിയമലംഘനം നടത്തിയിട്ടുണ്ട്. നിയമവിരുദ്ധമായി മന്ത്രിമാർ കൈപ്പറ്റിയ പെൻഷൻ തുക തിരിച്ചടച്ച് പാർലമെന്റ് അക്കൗണ്ട്സ് ഓഫീസറിൽ നിന്ന് രേഖ നൽകാൻ സംസ്ഥാന പൊതുഭരണ വകുപ്പിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മന്ത്രിമാരുടെ നിയമലംഘനം വെളിപ്പെട്ടത് രാജേഷിനും കടന്നപ്പള്ളിക്കും കുരുക്കായി. സർക്കാരിൽ സാമ്പത്തിക കുടിശ്ശികയോ ബാധ്യതയോ ഉള്ളവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. ഉടനടി തുക തിരിച്ചടച്ച് AG റിപ്പോർട്ടിലെ പരാമർശം ഒഴിവാക്കിയതായി രേഖാമൂലം ക്ലീൻ ചിറ്റ് വാങ്ങേണ്ട സാഹചര്യമാണുള്ളത്. ഇതിൽ പൊതുഭരണ വകുപ്പാണ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. തിരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുൻപ് ക്ലീൻ ചിറ്റ് ലഭിച്ചില്ല എങ്കിൽ നാമനിർദ്ദേശ പത്രിക തള്ളിപ്പോകുന്ന സ്ഥിതി ഉണ്ടാകും. എന്തായാലും പെൻഷൻ എന്നതിന്റെ അർത്ഥം തന്നെ സർവീസിൽ നിന്ന് വിരമിച്ചു എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മന്ത്രി എന്ന സർവീസിൽ ജോലി ചെയ്ത് ശമ്പളം വാങ്ങിക്കൊണ്ട് റിട്ടയർ ചെയ്ത രീതിയിൽ MP പെൻഷനും കൂടി വാങ്ങിക്കുന്നതാണ് നിയമവിരുദ്ധം. ഈ തുക ഇനി മുഴുവൻ തിരിച്ചടച്ചാലും NGയുടെ ക്ലീൻ ചിറ്റ് വേണം ഇലക്ഷന് മത്സരിക്കാൻ. ഇനിയാകട്ടെ അതിനുള്ള സമയവും മന്ത്രി രാജേഷിനും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രനും മുന്നിലില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.